+2 തുല്യതാ ഹിസ്റ്ററി പരീക്ഷാ തയ്യാറെടുപ്പിലേക്ക് ഒരു ടൈം ലൈനാണ് ഇന്നത്തെ ചോദ്യം. ഇവിടെ 10 വർഷം നമ്മളിവിടെ പറയുന്നുണ്ട്. 10 വർഷം പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ, സമരങ്ങൾ നടന്ന 10 വർഷം. ഇതിൽ നിന്നാണ് നമ്മൾ ടൈം ലൈൻ വരിക. 4 മാർക്കിന് 4 വർഷം തന്നിട്ട് ആ ടൈം ലൈൻ ചോദിക്കും പരീക്ഷയ്ക്ക്. കാലഗണനാക്രമത്തിൽ എഴുതാമെന്നാണ് ചോദ്യം ഉണ്ടാവുക. കാലഗണനാക്രമത്തിൽ എഴുതുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രതിപാദിച്ച ഈ 10 വർഷത്തിൻ്റെ ആ സംഭവങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. നോക്കാം. ആദ്യമുള്ളത് മലയാളി മെമ്മോറിയലാണ്. വർഷം 1891 1891. ഇത് മാത്രമാണ് 1800 വരുന്നത്. ബാക്കിയൊക്കെ 1900 വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് മാത്രമാണ് നമ്മൾ ആദ്യത്തെ 1891 1891. മലയാളി മെമ്മോറിയൽ എന്നാൽ ഇത് തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിൽ പുറത്തുനിന്നുള്ളവരെ എന്ത് ചെയ്യരുത്, നിയമിക്കരുത്. ആ നിയമിക്കുന്നതിനെതിരായിട്ട് 10,028 പേർ ഒപ്പുവെച്ച് രാജാവിന് നൽകിയ ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. 1891 10,028 പേര് ഒപ്പുവെച്ച് രാജാവിന് നൽകിയ ഒരു നിവേദനത്തിന് വിളിക്കുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ. എന്താണ് ഈ നിവേദനത്തിൻ്റെ ആവശ്യം? എന്താണ്? പുറത്തുനിന്നുള്ളവരെ എവിടെ നിയമിക്കരുത്. തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിൽ പുറത്തുനിന്നുള്ളവരെ എന്ത് ചെയ്യരുത്, നിയമിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് 10,028 പേര് ഒപ്പുവെച്ച് രാജാവിന് നൽകിയ നിവേദനമാണെന്ത്, മലയാളി മെമ്മോറിയൽ. അങ്ങനെ പഠിക്കണം. അപ്പോൾ നമ്മൾ വർഷവും പഠിക്കും, ആ ടോപ്പിക്കും പഠിക്കും. ഓക്കെ, വർഷവും പഠിക്കും, ടോപ്പിക്കും പഠിക്കും. അപ്പോൾ എന്താ മലയാളി മെമ്മോറിയൽ? ഒരു നിവേദനമാണെന്ന് പഠിച്ചു. ആർക്കുള്ളായിരുന്നു? രാജാവിനുള്ളതാണ്. അതിൻ്റെ പർപ്പസ് എന്താണ്? പുറത്തു നിന്നുള്ളവരെ തിരുവിതാംകൂറിൽ സർക്കാർ സർവീസിൽ എന്ത് ചെയ്യരുത്, നിയമിക്കരുത്. പുറത്തു നിന്നുള്ളവരെ തിരുവിതാംകൂറിൽ സർക്കാർ സർവീസിൽ നിയമിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജാവിന് സമർപ്പിച്ച ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അപ്പോൾ അതിൻ്റെ വർഷം നമുക്ക് ടൈം ലൈനിൽ പഠിക്കാൻ ഉണ്ട്. 1891 1891 മലയാളി മെമ്മോറിയലിൻ്റെ വർഷം. ഓക്കെ, ഇനി രണ്ടാമത് നോക്കൂ. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം 1917 1917 ഇമ്പോർട്ടൻ്റ് ആണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ് എന്ത്, ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടുടമകൾ അനാവശ്യമായി ചൂഷണം ചെയ്യുന്നു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന സ്ഥലത്തിൻ്റെ പേരാണ്. ആ ചമ്പാരനിലെ നീലം കർഷകരെ, നീലം എന്ന് പറഞ്ഞാൽ തോട്ടവിള, ഒരു കായാണ്. ആ നീലം കർഷകരെ യൂറോപ്യൻ തോട്ട ഉടമകൾ അനാവശ്യമായി എന്ത് ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു, ചൂഷണം ചെയ്യുന്നു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇമ്പോർട്ടൻ്റ് ആണ്. 1917 എന്ത്, ചമ്പാരൻ സമരം. അത് പിന്നെ 1919 3 സംഭവങ്ങൾ നടക്കുന്നുണ്ട്. റൗലറ്റ് ആക്ട്, ജാലിയൻവാലാബാഗ്, ഖിലാഫത്ത് പ്രസ്ഥാനം. റൗലറ്റ് നിയമം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനം. മൂന്നും ഈ വർഷത്തിലാണ്. ഏത് വർഷത്തിലാണ്? 1919 ഈ മൂന്നും നടന്നത്. എന്താ റൗലറ്റ് ആക്ട്? ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് എന്താണ്? ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് നിയമം. ഇത് നടന്നത് എപ്പോഴാണ്? 1919. ഇതിനെതിരെയാണ് നടന്ന സമരത്തിലാണ് എന്ത് നടന്നത്? ആ കൂട്ടക്കൊല നടന്നത്. ഇത് ജാലിയൻവാലാബാഗ്. അപ്പോൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് എപ്പോഴാണ്? അതും ജാലിയൻവാലാബാഗ് 1919 തന്നെ. ജാലിയൻവാലാബാഗും 1919. ഖിലാഫത്ത് പ്രസ്ഥാനം അറിയാലോ. ഖിലാഫത്ത് പ്രസ്ഥാനം അലി സഹോദരന്മാരായ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവർ ചേർന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അലി സഹോദരന്മാരായ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവർ ചേർന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അത് നടന്നതും 1919. അപ്പോൾ 1919 3 സംഭവങ്ങൾ. റൗലറ്റ് ആക്ട്, റൗലറ്റ് നിയമം ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണെന്ത്, റൗലറ്റ് ആക്ട്. പിന്നെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല പറഞ്ഞു. ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എവിടെ കൂടിയായിരുന്നു? പഞ്ചാബിലെ അമൃതസറിനടുത്തുള്ള ജാലിയൻവാലാബാഗ് മൈതാനത്തിൽ ഒത്തുകൂടിയതായിരുന്നു. ഈ മൈതാനത്തിൽ ഒരു കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ഡയറിൻ്റെ നേതൃത്വത്തിൽ പോലീസുകാർ ആ കവാടം വളയുകയും
മൈതാനത്തിലേക്ക് എന്ത് ചെയ്തു വെടിവെക്കുകയും ചെയ്തു. 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട ആ ദാരുണ സംഭവത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെങ്കിൽ ജാലിയൻവാലാബാഗ് ദുരന്തം എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഖിലാഫ പ്രസ്ഥാനം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 3 സംഭവങ്ങൾ ഒരു വർഷം 1919. ഇനി നിസ്സഹകരണ പ്രസ്ഥാനം 1920. നിസ്സഹകരണ പ്രസ്ഥാനം ആ പേരിൽ തന്നെ ഉണ്ട്, നിസ്സഹകരണം. ബ്രിട്ടീഷുകാരോട് എന്ത് ചെയ്യുക? സഹകരിക്കാതിരിക്കുക. ബ്രിട്ടീഷുകാരോട് നിസ്സഹകരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണെന്ത്? നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം മനസ്സിലായല്ലോ അല്ലേ? ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ ആ നയങ്ങളോട് നിസ്സഹകരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം 1920. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം 1920. അടുത്ത 22 നോക്കൂ. ചൗരി ചൗര പ്രസ്ഥാനം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലുള്ള കർഷകർ സമാധാനപരമായി സമരം ചെയ്യായിരുന്നു ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ. അപ്പോൾ ആ ജാഥയിലേക്ക് ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? വെടിവെച്ചു. ക്ഷുഭിതരായ സമരക്കാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ തീയിട്ടു. നിരപരാധികളായ 21 പോലീസുകാർ എന്ത് ചെയ്ത് മരണമടയുന്നുണ്ട്. ആ സംഭവമാണെന്ത്? ചൗരി ചൗര പ്രസ്ഥാനം. അത് നടന്ന വർഷമാണ് 1922. പ്രസ്ഥാനം നല്ല സംഭവം എന്നാണ് പഠിക്കേണ്ടത്. ചൗരി ചൗര സംഭവം എന്നാണ്. അപ്പോൾ അങ്ങനെ പഠിക്കണം. ചൗരി ചൗര സംഭവമാണെന്ത്? 1922. ചൗരി ചൗര സംഭവം എന്ന് തിരുത്തിയതാണ്. ചൗരി ചൗര സംഭവമാണ് 1922. എങ്ങനെ ഓർത്ത് വെക്കും? ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലെ കർഷകർ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ എന്ത് ചെയ്യുന്നത്? സമാധാനപരമായി സമരം ചെയ്യായിരുന്നു. എവിടെ? ചൗരി ചൗര ഗ്രാമത്തിലെ ജനങ്ങൾ, ഈ സമരക്കാർ. എന്നാൽ യാതൊരു പ്രകോപനവും കൂടാതെ ബ്രിട്ടീഷ് പോലീസ് സമരത്തിലേക്ക് എന്ത് ചെയ്തു? വെടിവെച്ചു. ക്ഷുഭിതരായ സമരക്കാർ എന്ത് ചെയ്തു? അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. നിരപരാധികളായ 22 പോലീസുകാരാണ് മരണമടഞ്ഞത്. മരിച്ചു. ഈ സംഭവമാണ് എന്ത്? ചൗരി ചൗര സംഭവം. അപ്പോൾ ആ വർഷം മനസ്സിലായാലും 22. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 22 പോലീസുകാർ മരിച്ചു എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ വർഷം ഓർമ്മ ഉണ്ടാവും. 1922. ഓക്കെ. 22 പോലീസുകാർ മരിച്ച സംഭവമാണ് 1922. അങ്ങനെ ഓർത്ത് വെക്കുക. പിന്നെ 24 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നമ്മൾ പഠിച്ച വൈക്കം സത്യാഗ്രഹം പഠിച്ചാണ്. വൈക്കം സത്യാഗ്രഹം എന്താണ് അറിയില്ല? വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകളിൽ സഞ്ചാരം നടത്താൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായ സമരമാണെന്ത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്ത് ചെയ്യണം? സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണെന്ത്? വൈക്കം സത്യാഗ്രഹം. ടി കെ മാധവനും കെ കേളപ്പനും സി വി കുഞ്ഞിരാമനൊക്കെ അതിൻ്റെ നേതാക്കളുണ്ടായിരുന്നത്. ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ. എന്താണ് ചോദ്യം? എന്താണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ സഞ്ചാരം നടത്താൻ എല്ലാ വിഭാഗം ജനങ്ങളെയും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹമാണ് 1924 വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം പഠിച്ചു. അടുത്തെന്താണ്? ഉപ്പ് സത്യാഗ്രഹ വർഷം. ഉപ്പ് സത്യാഗ്രഹത്തിന് മറ്റൊരു പേരുണ്ട്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 ഇമ്പോർട്ടൻറ്റ് വർഷമാണത്. 1930 എന്ത്? ഉപ്പ് സത്യാഗ്രഹം അഥവാ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഉപ്പിന് നികുതി ചുമത്തിയല്ലോ. ഉപ്പിൻ്റെ അധികാരമൊക്കെ അവർ കൈയടക്കി വെച്ചു. അപ്പോൾ പരസ്യമായി ഗാന്ധിജിയും കൂട്ടരും എന്ത് ചെയ്യുന്നത്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ചെയ്തിട്ട് ഗാന്ധിജിയും കൂട്ടരും എന്ത് ചെയ്യുന്നു? പരസ്യമായി എന്ത് ചെയ്യുന്നു? ആ നിയമം ലംഘിക്കുകയാണ്. ഉപ്പുണ്ടാക്കുകയാണ്. അതാണ് ഉപ്പ് സത്യാഗ്രഹം 1930. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ വർഷം 1930. പിന്നെ 1931 എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പൻ, മനത്ത് പത്മനാഭൻ, എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണെന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ അമ്പലത്തിൽ ഹിന്ദുമതത്തിലെ എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്യണം? പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണെന്ത്? ഈ ഗുരുവായൂർ സത്യാഗ്രഹ വർഷം 1931. പിന്നെ 1932 നിവർത്തന പ്രക്ഷോഭം. 1932 എന്താണ് നിവർത്തന പ്രക്ഷോഭം? ഞാൻ പറഞ്ഞതാണ്. അത്
ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ജനസംഖ്യ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. അവിടെ ജാതിയുടെ പേരിൽ സ്വത്തിൻ്റെ പേരിൽ മാത്രമല്ല ജാതിയുടെ പേരിൽ എന്ത് തരണമെന്ന് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് 1932 നിവർത്തന പ്രക്ഷോഭം. പിന്നെ അവസാനം നമ്മൾ പഠിക്കുന്നത് 42 ക്വിറ്റ് ഇന്ത്യ വിടുക എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് നടത്തിയ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. ഇമ്പോർട്ടൻ്റ് ആണ് ക്വിറ്റ് ഇന്ത്യ. 42 ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. 47 സ്വാതന്ത്ര്യം കിട്ടി 5 വർഷം പുറകോട്ട് പോയി. 47 സ്വാതന്ത്ര്യം കിട്ടി 5 വർഷം പുറകോട്ട് പോയി. 1942 എന്ത്, ക്വിറ്റ് ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ സമരം. നമ്മൾ എസ്സേയിലൊക്കെ എഴുതുന്ന ടോപ്പിക്കാണ് ക്വിറ്റ് ഇന്ത്യ സമരം, ക്വിറ്റ് ഇന്ത്യ വിടുക. ഇവിടെ ഗാന്ധിജിയുടെ 3ാമത്തെ സമരമാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ 3ാമത്തെ സമരം ഈ 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ഗാന്ധി ആഹ്വാനം ചെയ്തു. ആ സമ്മേളന വേദിയിൽ വെച്ചിട്ട് ഗാന്ധി കൊടുത്ത മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം 1942. ഇനി നമ്മൾ പോകുന്നത് ഒരു ചേരുംപടിയിലേക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നേതാക്കളുടെ അവരുടെ സ്ഥലവും പറയുന്ന ഒരു ചേരുംപടി ചർക്കൽ നോക്കാം. ബഹദൂർ ഷാ രണ്ടാമന് ഡൽഹിയാണ് അയാളുടെ ഒരു സ്ഥലം. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. ബീഗം ഹസ്രത്ത് മഹലിൻ്റെത് ലക്നൗ ആണ്. കുൻവർ സിംഗിൻ്റെത് ആറ. നാനാ സാഹിബിൻ്റെത് കാൺപൂരാണ്. 5 മൗലവി അബ്ദുള്ളയുടെ സ്ഥലം ഫൈസാബാദ്. മംഗൾ പാണ്ഡെ മീറത്ത്. റാണി ലക്ഷ്മിബായി 7ാമത്തത് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി. ഇങ്ങനെ ഇവിടെ 7 എന്ത് കൊടുത്തിട്ടുണ്ട്, നേതാക്കളുടെ പേരും അവരുടെ സ്ഥലങ്ങളുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 4 എന്തായാലും ചോദിക്കും. 7 നേതാക്കളുടെ പേരും കൊടുത്തിട്ടുണ്ട്, അവരുടെ സ്ഥലവും കൊടുത്തിട്ടുണ്ട്. നോക്കാം. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. കുൻവർ സിംഗ് എന്ത് പറയും, 3ാമത്തത് എന്താണ്, കുൻവർ സിംഗ് ആറ. 4 നാനാ സാഹിബ് കാൺപൂരാണ്. 5 മൗലവി അബ്ദുള്ള ഫൈസാബാദ്. 6 മംഗൾ പാണ്ഡെ മീററ്റ് പറഞ്ഞാലല്ലോ നമ്മൾ ആദ്യത്തെ സമരം തുടങ്ങിയ സ്ഥലം, കലാപം തുടങ്ങിയ സ്ഥലമാണ് മീററ്റ്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ആദ്യം കലാപം തുടങ്ങിയ സ്ഥലമാണ് മീററ്റ്. 6ാമത്തത് അതാണ് മംഗൾ പാണ്ഡെയുടെ സ്ഥലം. അടുത്ത 7ാമത്തത് റാണി ലക്ഷ്മിബായി ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി ഝാൻസി. ഇവിടെ ഈ 7 എന്ത് കൊടുത്തിട്ടുണ്ട്, നേതാക്കളുടെ പേരും സ്ഥലവും കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പട്ടിക പഠിച്ചാൽ തന്നെ 4 മാർക്ക് കിട്ടും. പിന്നെ തൊട്ട് മുന്നേ പറയാൻ ടൈം ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. അപ്പോൾ 8 മാർക്കിൻ്റെ ഒരു വീഡിയോ ആണിത്. ഓക്കെ. 8 മാർക്ക് പാഴാവില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മലയാളി മെമ്മോറിയൽ, അതുപോലെ നമ്മുടെ ഓർഡറിൽ ഇങ്ങനെ പഠിക്കാം. ചമ്പാരൻ സത്യാഗ്രഹം, റൗലറ്റ് ആക്ട് പഠിക്കണം. അതുപോലെ അവിടെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. വർഷം മാത്രം പറഞ്ഞു പോവല്ല, എന്താണ് സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. റൗലറ്റ് ആക്ട്, ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ ജാലിയൻവാലാ ബാഗ്, ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ വരെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അവിടെ ആ 10 സംഭവങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ 7 വ്യക്തികളുടെ പേരും സ്ഥലങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചു പോവുക, എഴുതി പഠിച്ചു പോവുക. ഇമ്പോർട്ടൻ്റ് ആണ്, പാഴാവില്ല. ഓക്കെ. ഇത് നമുക്ക് ചേരുമ്പോഴേ ചോദിക്കും ഈ സ്ഥലങ്ങളുടെ പേര്, ആ വ്യക്തികളുടെ പേര്. ഒന്നുകൂടെ പറയാം. ബഹദൂർ ഷാ രണ്ടാമൻ ലക്നൗ. ബീഗം ഹസ്രത്ത് മഹൽ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. കുൻവർ സിംഗ് ആറ. നാനാ സാഹിബ് കാൺപൂർ. അതുപോലെ മൗലവി അബ്ദുള്ള ഫൈസാബാദ്. മംഗൾ പാണ്ഡെ മീററ്റ്. റാണി ലക്ഷ്മിബായി ഝാൻസി. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ 2 പട്ടികയും നന്നായിട്ട് പഠിച്ചിരിക്കുകയാണ്, ടൈം ലൈനും ഈ വ്യക്തികളുടെ പേരും. പിന്നെ കുറേ പേര് വിളിച്ച് ചോദിച്ചു, നമ്മുടെ ഈ പത്മാവത് എഴുതിയിരിക്കുന്നത് സിനിമ ഓർമ്മയുണ്ടല്ലോ, പത്മാവത് എഴുതിയിരിക്കുന്നത് അബ്ദുൽ മാലിക് ജയ്സിൻ്റെ ആണ് എന്ത്, പത്മാവത് എഴുതിയിരിക്കുന്ന ആരാണ്, മാലിക് ജയ്സിയാണ് പത്മാവത് എഴുതിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മാലിക് ജയ്സിയാണ് പത്മാവത് എഴുതിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മാലിക് മുഹമ്മദ് ജയ്സിയുടെ പ്രേമകാവ്യത്തിൻ്റെ പേരാണ് പത്മാവത്. ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയൊക്കെ ആയതാണ് ഈ പത്മാവത്. മാലിക് മുഹമ്മദ് ജയ്സിയുടെ പ്രേമകാവ്യമാണ് പത്മാവത്. മാലിക് മുഹമ്മദ് ജയ്സിയുടെ പ്രേമകാവ്യത്തിൻ്റെ പേരാണ് പത്മാവത്. ഇമ്പോർട്ടൻ്റ് ആണ്.
അവിടെ തന്നെ നമ്മൾ പഠിക്കുന്നത് താരാട്ടുപാട്ടിൻ്റെ പേര് ലൂരിനാമ, വിവാഹഗാനം, ഷാദിനാമ. താരാട്ടുപാട്ട്, ലൂരിനാമ, വിവാഹഗാനം, ഷാദിനാമ. ഓക്കെ, ഇതൊക്കെ പേജ് നമ്പർ 70 അത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, എന്ന് നന്നായിട്ട് നോക്കി പോകണം. ഇമ്പോർട്ടൻറ്റുകളാണ് പറഞ്ഞതൊക്കെ, പാഴാവില്ല, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഹിസ്റ്ററിയുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ. പരീക്ഷയ്ക്ക് നല്ല വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.